നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ അശാന്തം. ഇറാന് നേരെ കടുത്ത ആക്രമണം നടത്തി ഇസ്രയേൽ. ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലിന്റെ ബോംബ് വർഷം. റവല്യൂഷണറി ഗാർഡ് തലവനും സൈനിക മേധാവിയും ഉന്നത ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. തിരിച്ചടിച്ച് ഇറാൻ വ്യോമപാത അടച്ചു. സംഘർഷത്തിൽ ആശങ്കയോടെ ഗൾഫ് രാജ്യങ്ങൾ. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡും കണ്ടെത്തി. അപകടസ്ഥലം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിക്കേറ്റവരുമായി സംസാരിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും NIAയും അന്വേഷണത്തിന് പിന്തുണയുമായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വിദഗ്ധ സംഘങ്ങൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 265 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ അഹമ്മദാബാദിൽ. രഞ്ജിതയെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ അറസ്റ്റ് ചെയ്തു. നിലമ്പൂരിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. മുഖ്യമന്ത്രിയും പാർട്ടിയും ഓന്തിന്റെ നിറം മാറുന്ന പോലെയെന്നും പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്നും VD സതീശൻ. ഇടത് വലത് മുന്നണികൾ നേതൃത്വം നൽകുന്നത് വർഗീയ രാഷ്ട്രീയത്തിനെന്ന് BJP. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. നാളെ മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. കേരള തീരത്ത് കടലാക്രമണം രൂക്ഷം. യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡും കണ്ടെത്തി. അട്ടിമറി സംശയിക്കുന്നില്ലെങ്കിലും NIAയും അന്വേഷണം തുടരും. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കി. ബ്ലാക്ക് ബോക്സ് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെ വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ശേഖരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളും പൈലറ്റുമാരുടെ സംഭാഷണവുമെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും. അതോടെ അപകട കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും. ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ പിൻഭാഗത്താണ് ഘടിപ്പിക്കാറുള്ളത്. അപകട സ്ഥലത്ത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അന്വേഷണത്തിൽ നിർണായകമാകും. അവസാന നിമിഷം വിമാനത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് DVRലൂടെ വ്യക്തമാകും. വിമാനാപകടം സാങ്കേതിക തകരാറുകൊണ്ടാണ് എന്നാണ് നിഗമനമെങ്കിലും അട്ടിമറി സാധ്യതയടക്കം എല്ലാ വശങ്ങളും അന്വേഷണ പരിധിയിൽ വരും. NIA സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചു. ഉന്നതതല വിദഗ്ധ സമിതിയെയും അന്വേഷണത്തിനായി നിയോഗിക്കുമെന്നാണ് വിവരം. അമേരിക്കയും UK-യും അന്വേഷണവുമായി സഹകരിക്കും. ദുരന്തത്തിൽ എയർ ഇന്ത്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോയിംഗ് ഡ്രീംലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്താൻ DGCA കമ്പനിക്ക് നിർദ്ദേശം നൽകി. ഇന്ധനം, എഞ്ചിൻ, ഹൈഡ്രോളിക് സംവിധാനം അടക്കമുള്ളവ പരിശോധിക്കാനാണ് നിർദ്ദേശം. ഇവ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനും DGCA നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെയും പരിക്കേറ്റ 25 പേരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാവിലെ 9 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിലെത്തിയത്. അപകടസ്ഥലം നേരിട്ട് വിലയിരുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്തു. ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി അവിടെ നിന്ന് നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രികൻ വിശ്വാസ് കുമാറിനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. मेरे नजरों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला, क्योंकि थोड़ा टाइम के लिए तो मेरे को लगा था कि मैं भी मरने वाला हूँ. लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं जिंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से.
അപകടത്തിൽ പരിക്കേറ്റ മറ്റാളുകളെയും അദ്ദേഹം സന്ദർശിച്ചു. കൂടാതെ വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലിയെയും നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു എന്നിവരും യോഗത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സ്വപ്ന ഭവനത്തിന്റെ ഗൃഹപ്രവേശനം യാഥാർത്ഥ്യമാകും മുമ്പെയാണ് വിമാനാപകടത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ ജീവൻ പൊലിഞ്ഞത്. തന്റെ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയെയും പുതിയ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു രഞ്ജിത. എന്നാൽ പാലുകാച്ചൽ നടത്തി ഓണത്തിന് മുമ്പ് താമസം തുടങ്ങേണ്ട പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനയറ്റ ശരീരമാണ്. ഒരു വർഷം മുൻപ് ആരംഭിച്ച രഞ്ജിതയുടെ സ്വപ്നഭവനത്തിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. ഓടുമേഞ്ഞ സൗകര്യങ്ങൾ കുറഞ്ഞ പഴയ വീടിനോട് ചേർന്ന് തന്നെയാണ് പുതിയ വീടും നിർമ്മിച്ചത്. എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അമ്മയെയും മക്കളെയും പുതിയ വീട്ടിലേക്ക് മാറ്റണം. ഇതായിരുന്നു രഞ്ജിതയുടെ ലക്ഷ്യം. തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ഏറിയ പങ്കും അതിനായി മാറ്റിവെച്ചു. ഒരുപാട് ആഗ്രഹത്തോടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുക്കും മൂലം വരെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കോൺട്രാക്ടറോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്രാവശ്യം വന്നപ്പോഴും എന്നോട് സംശയം പറഞ്ഞ വീടിനകത്ത് നല്ല വെട്ടം കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ മുറി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വെട്ടമാണ്. ഓരോ ജനലിന്റെ അളവ് വരെ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറവ് കൃത്യമായിട്ട് നോക്കിപ്പോകുന്നൊരു കൊച്ചായിരുന്നു. ഏറെ ആഗ്രഹത്തോടെ തുടങ്ങിവെച്ചത് പൂർത്തിയാക്കാനാകാതെ രഞ്ജിത മടങ്ങി. ഈ വീട് ഇന്നൊരു നൊമ്പരമാണ്. ക്യാൻസർ രോഗിയായ അമ്മയുടെയും 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുടെയും ഏക ആശ്രയമാണ് പൊലിഞ്ഞത്. പ്രവാസ ജീവിതത്തിനിടയിൽ PSC പരീക്ഷ എഴുതി രഞ്ജിത ഗവൺമെന്റ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി നേടിയെങ്കിലും കുടുംബ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ ലീവെടുത്ത് വീണ്ടും പ്രവാസ ജീവിതം തുടരുകയായിരുന്നു. സർക്കാർ സർവീസിലെ അവധി കുറച്ചുനാൾ കൂടി നീട്ടിക്കിട്ടാൻ അപേക്ഷ നൽകിയാണ് രഞ്ജിത തിരികെ പോയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് സസ്പെൻഷനിലായ കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ഡെപ്യൂട്ടി തഹസിൽദാർ A. പവിത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന കുറ്റത്തിന് ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തു. കൂടാതെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് സസ്പെൻഷനിലായ ഡെപ്യൂട്ടി തഹസിൽദാർ A. പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ടെഹ്റാനിൽ നിരവധി ഇടങ്ങളിൽ ബോംബ് വർഷം നടത്തി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമിയും 6 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിച്ചു. പ്രധാന ആണവ റിയാക്ടർ നദാൻസ് ആക്രമണത്തിൽ തകർന്നു. ഇസ്രായേലിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് എംബസി നിർദ്ദേശം നൽകി. ടെഹ്റാന് വടക്കുകിഴക്കൻ ഭാഗത്തായാണ് പുലർച്ചെയോടെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമുണ്ടായത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തുന്നത്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ അമേരിക്ക കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ നൽകി. മേഖലയിലുടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ആണവ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാനെതിരായ ഓപ്പറേഷൻ ദിവസങ്ങളോളം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. Iran has taken steps that it has never taken before, steps to weaponize this enriched uranium. And if not stopped, Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months, less than a year. This is a clear and present danger to Israel's very survival. 80 years ago, the Jewish people were the victims of a Holocaust perpetrated by the Nazi regime. ഇറാനിയൻ ജനതയെ തങ്ങൾ വെറുക്കുന്നില്ലെന്നും സ്വേച്ഛാധിപത്യ ഭരണകൂടമാണ് പൊതുശത്രുവെന്നും നെതന്യാഹു പറഞ്ഞു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ഭാവി ഒരുമിച്ച് കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം ഇറാനിയൻ ജനതയെ അറിയിച്ചു. ആണവ നിരായുധീകരണത്തിനായി ഒമാനിൽ 6ാം റൗണ്ട് ചർച്ച നടക്കാനിരിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നുമുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു.
ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും US പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളോടും US-ലേക്ക് മടങ്ങിയെത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വ്യോമപാത ഇസ്രായേലും അടച്ചു. ഇറാന്റെ തിരിച്ചടിയെന്നോളം ഇസ്രായേലിൽ പലയിടങ്ങളിലും സൈറനുകൾ മുഴങ്ങി. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾ റദ്ദാക്കണമെന്ന് ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പ്രത്യാക്രമണം തുടങ്ങി ഇറാൻ. ഇസ്രയേൽ ലക്ഷ്യമിട്ട് 100ഓളം ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചു. അതിനിടെ ആണവ പദ്ധതി സംബന്ധിച്ച് എത്രയും വേഗം ഉടമ്പടിയിൽ ഏർപ്പെടാൻ ഇറാനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയെന്നോണമാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇറാനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്രയേലും US-ഉം കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് തിരിച്ചടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക വക്താവും മുന്നറിയിപ്പ് നൽകി. ഇറാനും കടുത്ത സൈനിക നടപടിക്ക് തുനിഞ്ഞതോടെ ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിലാണ്. ഇറാൻ ഇസ്രയേലിലേക്ക് ഏകദേശം 100 ഡ്രോണുകൾ വിക്ഷേപിച്ചതായി IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡ്രഫിൻ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 79 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 329 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ജനവാസ കേന്ദ്രങ്ങളും ആക്രമിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ഇറാനോട് ശക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടും ആണവ കരാർ യാഥാർത്ഥ്യമായില്ലെന്നും എല്ലാം നഷ്ടപ്പെടുന്നതിനു മുമ്പ് ഇറാൻ ഉടമ്പടിക്ക് തയ്യാറാകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് ശക്തമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അടുത്ത ആക്രമണം ഇതിലും ക്രൂരമായിരിക്കുമെന്നും താൻ ഒന്നിനു പുറകെ ഒന്നായി ഇറാന് അവസരങ്ങൾ നൽകിയെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആകാശപാത അടച്ച് ഇറാൻ. എയർ ഇന്ത്യയുടെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ വ്യോമഗതാഗതം താറുമാറായി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചതോടെ വ്യോമഗതാഗതമാകെ താളം തെറ്റി. നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും സർവീസ് പൂർത്തിയാക്കാനാകാതെ തിരികെ വരികയും ചെയ്തു. എയർ ഇന്ത്യയുടെ AIC 129 മുംബൈ ലണ്ടൻ വിമാനം, മുംബൈ ന്യൂയോർക്ക് AIC 119 വിമാനങ്ങളാണ് തിരിച്ചു വിളിച്ചത്. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കുമുള്ള നിരവധി വിമാന സർവീസുകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. നിലവിൽ 16 വിമാന സർവീസുകളെയാണ് ബാധിച്ചത്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു. യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബദൽ യാത്രാ ക്രമീകരണവും ഏർപ്പെടുത്തി. അല്ലാത്തവർക്ക് റീഫണ്ടോ സൗജന്യ യാത്രാ പുനഃക്രമീകരണമോ നൽകുമെന്നും കമ്പനി അറിയിച്ചു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ്. ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ ആക്രമിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ആശങ്കയോടെ ഗൾഫ് രാജ്യങ്ങൾ. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം വിഷയത്തിൽ ഇടപെടണമെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ദുർബലപ്പെടുത്തുകയും രാജ്യാന്തര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് നടക്കുന്നതെന്നും സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സംഘർഷം ഒഴിവാക്കാൻ UN-ഉം അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും സൗദി ആവശ്യപ്പെട്ടു. പരമാവധി സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു UAE-യുടെ ആവശ്യം. ചർച്ചകൾ നടത്തുക, അന്താരാഷ്ട്ര നിയമം പാലിക്കുക, രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുക എന്നിവ നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് അത്യാവശ്യ ഘടകങ്ങളാണെന്നും UAE വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേലിന്റേതെന്ന് ഒമാനും ഖത്തറും ജോർദാനും വ്യക്തമാക്കി. അപകടകരമായ നീക്കമാണിതെന്നും രാജ്യങ്ങൾ പ്രതികരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സൗദി വിദേശകാര്യമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചു. ഖത്തറിലെ വിദേശകാര്യ സഹമന്ത്രി ഇറാൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര സമൂഹം വിഷയത്തിൽ ഇടപെടണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും UN സുരക്ഷാ കൗൺസിൽ വിഷയത്തിൽ ഇടപെടണമെന്നും സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് അറബ് രാജ്യങ്ങളുടെ ആവശ്യം. ഇറാന്റെ തിരിച്ചടിയിൽ ഗൾഫ് രാജ്യങ്ങൾ ഭീതിയിലാണ്. ഇസ്രായേലിന്റെ ഈ ആക്രമണം പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്കയാണ് അറബ് രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. US ഇറാൻ ആണവ ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ശനിയാഴ്ച നടക്കേണ്ടതാണ്. ഇറാൻ ആക്രമണത്തിൽ പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയെങ്കിലും അമേരിക്കയുടെ അറിവോടെ തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതോടെ അമേരിക്കൻ എംബസികളിലെയും സൈനിക കേന്ദ്രങ്ങളിലെയും ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ US നടപടി ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാഖ് അടക്കമുള്ള പ്രധാന എംബസികളിൽ നിന്ന് US-ന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയെല്ലാം പിൻവലിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.
അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ദുബായിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം. ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ ഒത്തുചേർന്ന വിവിധ തുറകളിൽ നിന്നുള്ള പ്രവാസികളാണ് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ദുരന്തത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തത്. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി നേർന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നേരത്തെ UAE, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെ അനുശോചനം അറിയിച്ചിരുന്നു. We just had the heart-rending incident of a plane being crashed. We thank everybody who joined us today for observing a minute of silence in honor and praying for the departed souls. So I think we should all stand together and pray for their peace. Thank you. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിയിലെ ദമാം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചില രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി അധികൃതർ. മേഖലയിലെ ചില രാജ്യങ്ങളിലെ നിലവിലെ സംഭവവികാസങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടിയാണ് നടപടിയെന്നും വിമാനത്താവളം അറിയിച്ചു. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എയർലൈനുകളുമായി നേരിട്ട് ആശയവിനിമയം നടത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചില വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തതായി കുവൈറ്റ് സിവിൽ വ്യോമയാന അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതും കുവൈറ്റിലേക്ക് വരുന്നതുമായ വിമാന കമ്പനികളുമായി ഏകോപനം നടത്തിവരികയാണെന്നും സിവിൽ വ്യോമയാന അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ കുവൈറ്റ് ശക്തമായി അപലപിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണിതെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി. അതിനിടെ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ പ്രതിരോധ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുല്ല ഉന്നത പ്രതിരോധ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. UAEയിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അലൈൻ കോപ്പറേറ്റീവ്, അബുദാബി കോപ്പറേറ്റീവ് എന്നിവ ഉൾപ്പെടെയുള്ള ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല ആഡ്കോപ്പ് എന്ന പേരിൽ ഒരു ഏകീകൃത ബ്രാൻഡായി മാറുന്നു. ഇതോടെ UAEയിലെ 6 പ്രശസ്ത റീറ്റെയിൽ ബ്രാൻഡുകൾ ആഡ്കോപ്പ് എന്ന പേരിലാകും ഇനി മുതൽ അറിയപ്പെടുക. UAEയിലെ 6 പ്രശസ്ത റീറ്റെയിൽ ബ്രാൻഡുകളായ അലൈൻ കോപ്പറേറ്റീവ്, അബുദാബി കോപ്പറേറ്റീവ്, അൽ ദഫ്ര കോപ്പറേറ്റീവ്, ഡെൽമ കോപ്പറേറ്റീവ്, എർത്ത് സൂപ്പർമാർക്കറ്റ്, മെഗാമാർട്ട് എന്നിവയെ ഒരൊറ്റ ബ്രാൻഡിലേക്ക് ഏകീകരിച്ച് അഡ്കോപ്പ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. 100-ലധികം സ്റ്റോറുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കം UAEയുടെ ദേശീയ ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങളുമായും അബുദാബിയിലെ എല്ലാ പ്രദേശങ്ങളിലും പുതുമ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ താങ്ങാവുന്ന വിലയിൽ നൽകുക എന്ന ലക്ഷ്യവുമായും യോജിച്ചു പോകുന്നതാണെന്ന് അഡ്കോപ്പ് CEO ബെർട്രാൻ ലൂമൈ അറിയിച്ചു. അലൈനിൽ റീബ്രാൻഡിങ്ങിനും 3000 മണിക്കൂർ സ്റ്റാഫ് പരിശീലനത്തിനുമായി 5 ലക്ഷം ദിർഹത്തിന്റെ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്. 1300-ലധികം ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരമായി കുറയ്ക്കുകയും 250 ദിർഹത്തിനോ അതിനു മുകളിലോ വിലയിൽ ആഡ്കോപ്പിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 50 ദിർഹത്തിന്റെ ക്യാഷ് ബാക്ക് വൗച്ചർ ലഭ്യമാകുന്ന ഓഫറും റീലോഞ്ചിന്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആഡ്കോപ്പ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം നടത്തുന്ന ഓൺലൈൻ ഷോപ്പിംഗിന് 30% വിലക്കുറവും ലഭിക്കും. അമൃത ന്യൂസ്, അലൈൻ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായുള്ള യോഗ പ്രദർശന പരിപാടി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും. ജൂൺ 21 നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ പോർട്ടലും ആരംഭിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള യോഗാ പ്രദർശന പരിപാടി ഷാർജ എക്സ്പോ സെന്ററിലാണ് നടക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് പ്രവാസി കൂട്ടായ്മകളായ FOI, ഏകത എന്നിവയുടെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ പോർട്ടൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പ്രകാശനം ചെയ്തു. യോഗാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കായി ദുബായിൽ നിന്നും വാഹന സൗകര്യം ഉൾപ്പെടെ ഒരുക്കുമെന്ന് കോൺസുൽ ജനറൽ അറിയിച്ചു. വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളും യോഗ പരിശീലന സ്ഥാപനങ്ങളും പരിപാടിയിൽ പങ്കാളികളാകും. Every year it has been celebrated in a grand way, particularly in UAE. The interest and the participation has been growing year on year. Last year we had about 6,000 people at least joining us at the World Trade Center. This year we are doing it in Sharjah. There's a lot of Indian community which calls Sharjah their home. We thought it would be apt to take yoga to the Indian community in Sharjah. Of course it is open for everybody in all across UAE. ജൂൺ 21 വൈകിട്ട് 5 മുതൽ 7 മണി വരെയാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിപാടികൾ നടക്കുന്നത്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് 268 പേർ മരണമടഞ്ഞതായി റിപ്പോർട്ട്. മയക്കുമരുന്നിനും മയക്കുമരുന്ന് ആസക്തിക്കുമെതിരെ പോരാടുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ജാബർ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2015-നും 23 സെപ്റ്റംബറിനും ഇടയിൽ 81,072 പേരാണ് മയക്കുമരുന്ന് ചികിത്സാ കേന്ദ്രത്തിൽ എത്തിയത്. 2015-ൽ ആദ്യ 9 മാസങ്ങളിൽ 894 രോഗികളുടെ ഫയലുകൾ തുറന്നു. ഈ കാലയളവിൽ 2081 പേർ വാർഡുകളിലും 9,537 പേർ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലും ചികിത്സ തേടിയതായും ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ ഡയറക്ടർ ഡോക്ടർ അബീർ അൽ ബഹു പറഞ്ഞു. UDF-നെ പിന്തുണയ്ക്കാനുള്ള വെൽഫെയർ പാർട്ടി തീരുമാനത്തിൽ ലീഗിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. ജമായത്തെ ഇസ്ലാമി പരിപാടിയിൽ നിന്ന് നേരത്തെ പാണക്കാട് തങ്ങൾ വിട്ടുനിന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പോഴത്തെ ലീഗ് നേതാക്കൾ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജയിച്ചാൽ സ്വരാജിനെ മന്ത്രിയാക്കുമെന്ന് പരോക്ഷ സൂചനയും മുഖ്യമന്ത്രി നൽകി. സ്വരാജിന്റെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്താണ് ജമായത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഇത് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് UDF-നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി UDF അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആ വിഭാഗം ഇപ്പൊ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത്. LDF-നെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ സഹായം തേടാൻ ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്? ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം മുഖ്യമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഓന്തിന്റെ നിറം മാറുന്ന പോലെ മുഖ്യമന്ത്രിയും പാർട്ടിയും മാറുന്നുവെന്നും തീവ്ര വർഗീയത പറയുന്നത് തെരഞ്ഞെടുപ്പ് വഴി തിരിച്ചുവിടാനാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റേണ്ടെന്നും വെൽഫെയർ പാർട്ടി പിന്തുണ സ്വീകരിച്ചത് കൂട്ടായ തീരുമാനമെന്നും VD സതീശൻ വ്യക്തമാക്കി. ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ കൊടുത്തത്. ഇവർ അന്നത്തെ ജമായത്ത് ഇസ്ലാമിയായിട്ടാണ് ഇവർ കൂട്ടുകൂടിയത്. ഇതെന്താ ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട് സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് CPM ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ മുഖ്യമന്ത്രിയും CPM-ഉം ശ്രമിക്കണ്ട. വർഗീയ രാഷ്ട്രീയത്തിനാണ് UDF LDF മുന്നണികൾ നേതൃത്വം നൽകുന്നതെന്ന് BJP നേതാവ് MT രമേശ്. PDPക്ക് വന്ന മാറ്റം എന്തെന്ന് CPM പറയണമെന്നും കളമശ്ശേരി ബസ് കത്തിക്കൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. പഹൽഗാം ആക്രമണത്തെ പോലും അപലപിക്കാൻ തയ്യാറാകാത്ത സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്നും MT രമേശ് പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ പോരാട്ടം അവസാനിപ്പിച്ച് മതപരമായ പോരാട്ടമാക്കി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ്. നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ച് ആരോഗ്യകരമായ ഏതെങ്കിലും ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ LDF-ഉം UDF-ഉം തയ്യാറാകുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ്ക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ PDPക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി PDPക്ക് മാറ്റം വന്നു എന്ന് ഗോവിന്ദ മാഷ്ക്ക് വല്ല ബോധ്യമുണ്ടെങ്കിൽ ആ മാറ്റം എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത CPM നേതൃത്വത്തിനില്ലേ, ഗോവിന്ദ മാഷിക്കില്ലേ? മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കണ്ണൂരും കാസർഗോഡും നാളെ റെഡ് അലേർട്ടാണ്. കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാകും. തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമുണ്ട്. നിലവിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് തുടരും.
എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കണമെന്നും അതായിരിക്കണം നമ്മുടെ ലഹരിയെന്നും എക്സൈസ് ഓഫീസർ KR അജിത്ത് അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോ പാലക്കാട് വ്യാസവിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച മയക്കുമരുന്ന് പ്രതിരോധ ബോധവൽക്കരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നുകളെയും അതിന്റെ ദോഷഫലങ്ങളെയും കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മയക്കുമരുന്ന് പ്രതിരോധം, കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനുകളും അവതരിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K. വിജയ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജിയുടെ സെക്രട്ടറി ഡോക്ടർ അലൻ സെൽവകുമാർ, മനീഷ കട്യാൽ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സദ്ഗമയ 2025 റെസിഡൻഷ്യൽ സാംസ്കാരിക ശിബിരം മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയില്ലാത്ത ജ്ഞാനം അഹങ്കാരത്തിന് വഴിവെക്കുമെന്ന് CP രാധാകൃഷ്ണൻ പറഞ്ഞു. അമ്മയുടെ ഉപദേശങ്ങളും ദർശനങ്ങളും ശാസ്ത്രത്തെയും ആന്തരിക വളർച്ചയെയും ഏകീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 ദിവസത്തെ പരിപാടിയിൽ അമൃതയിലെ അധ്യാപകരും അക്കാദമിക് പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഗവേഷണ പ്രബന്ധ അവതരണം, മുഖ്യപ്രഭാഷണങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. Amidanandamai has started this institution with a great vision that you have to live for yourself, at the same time you have to live for others. That is the greatness of this institution, and I am sure this institution will grow and grow. Getting a knowledge here is getting the knowledge with spirituality. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.